പാദസ്പർശം ക്ഷമ
लिए ज्ञानम सेवा च कौशलम श्री गुरुदेव के बच्चों ने मनाया खेल मेला। मन में यह दृढ़ ध्येय लिए ज्ञानम सेवा च कौशलम श्री गुरुदेव के बच्चों ने मनाया खेल मेला। खेल मेला 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 खेल मेला। अर्जुन ने महाभारत में महसूस किया वो अकेला। अर्जुन ने महाभारत में महसूस किया वो अकेला। कृष्णचंद्र ने गीता गाई फिर धर्म का खेल खेला। कृष्णचंद्र ने गीता गाई फिर धर्म का खेल खेला। खेल मेला 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 खेल मेला। अंग्रेजों के शासन में भारतीयों ने जो झेला। अंग्रेजों के शासन में भारतीयों ने जो झेला। देश बापू और भगत सिंह ने आजादी का खेल खेला। देश बापू और भगत सिंह ने आजादी का खेल खेला। खेल मेला 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 खेल मेला। देह की तंदुरुस्ती को शिक्षा के साथ है जोड़ा। देह की तंदुरुस्ती को शिक्षा के साथ है जोड़ा। पुनीत भाव यह मन में लिए लगाया है खेल मेला। पुनीत भाव यह मन में लिए लगाया है खेल मेला। खेल मेला 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 खेल मेला। March past aerobics, gymnastics, will be a winner yoga. March past aerobics, gymnastics, will be a winner yoga. खेल कूद के सब क्षेत्रों में दिखाया जोश अलबेला। खेल कूद के सब क्षेत्रों में दिखाया जोश अलबेला। खेल मेला 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 खेल मेला। मन में यह दृढ़ ध्येय लिए ज्ञानम सेवा च कौशलम श्री गुरुदेव बच्चों ने मनाया खेल मेला। मन में यह दृढ़ ध्येय लिए ज्ञानम सेवा च कौशलम श्री गुरुदेव बच्चों ने मनाया खेल मेला। खेल मेला 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 खेल मेला। Thank you, sir. I now invite the Chief Saver, Sri R. Suresh Mohan sir, to present a memento to our guest, Sri Biju K.S. as ഈ ഒരു ഇന്നത്തെ ഫംഗ്ഷന് എല്ലാവിധ പ്രോത്സാഹനവും തന്ന ശ്രീമതി ലേഖയ്ക്കും അതുപോലെ തന്നെ ഇത് ഒരു സക്സസ്ഫുൾ ഇവന്റ് ആയിട്ട് നമുക്ക് അതിന്റെ അവസാനം വരെ
നടത്തിക്കൊണ്ടുപോകാൻ ഇതിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അതിന്റെ പുറകിലുള്ള വാസ്തവം പറഞ്ഞ കാണാത്ത ഒരു കൈകളാണ് നമ്മുടെ ടീച്ചേഴ്സും മറ്റുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും ചെയ്തത്. അവർക്ക് തീർച്ചയായിട്ടും അടുത്ത 4 വർഷം കഴിഞ്ഞ് ഇതിനേക്കാളും ഗംഭീരമായ ഇതിൽ കൂടുതൽ കുട്ടികളെ പങ്കെടുത്തുകൊണ്ട് ഇന്ന് 60 ഇനത്തിൽ വിട്ടുപോയ ഇനങ്ങളും കൂടെ ചേർത്തുകൊണ്ട് ഒരു ഗംഭീരമായ ചിന്മയ ഒളിമ്പിക്സ് 2028 കാത്തിരിക്കാം. എല്ലാവരുടെയും പങ്കാളിത്തവും തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം, ഹരി ഓം. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി മുതല് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഈ മഴ എന്താ ഈ ആവശ്യ സമയത്ത് കഴിയുന്നത്. ഇന്ന് രാവിലെ വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ചിന്മയാനസ്വാമിയോട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് മഴ പെയ്യാതിരുന്ന കുട്ടികൾക്ക് നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ അടയിലും ഒക്കെ വെറുതെ ആവില്ലോ എന്നിങ്ങനെ വിചാരിച്ചതാണ്. എന്നോട് ചിന്മയാൻ നിശ്ചയിക്കുന്ന ആൾ പറയുകയും ചെയ്തു, ഇന്ന് മഴ പെയ്യാതിരുന്നത് നന്നായി, ഗുരുദേവന്റെ അനുഗ്രഹമാണ് കുട്ടികൾക്ക് ഇന്ന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ കാലാവസ്ഥയാണ്. അവർ ഇവിടെ വന്നിട്ടില്ല, പക്ഷെ ചിന്മയാൻ മിഷനിൽ ഇങ്ങനെ പരിപാടി ഉണ്ടെന്നപ്പോ അവർ അത്ഭുതത്തോടുകൂടി പറഞ്ഞു, സ്വാമി നേരം വെച്ചാൽ വരെ മഴയായിരുന്നല്ലോ, ഇന്ന് മുഴുവൻ വെയിലാണ്, ഗുരുദേവന്റെ അനുഗ്രഹം തന്നെ. ഞാനും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്, നിങ്ങളെങ്ങനെ കേൾക്കണം എന്ന് പറയുന്നു. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും, കുട്ടികൾക്കും പങ്കെടുത്ത എല്ലാവർക്കും, സമ്മാനം വാങ്ങിയ എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. മക്കളെ, നിങ്ങളെല്ലാവരും ഒന്ന് കൈയൊന്ന് വെക്കാമോ? വലത്ത് കൈ വെക്കാമോ? ശരിക്കും വെക്കും, ശരിക്കും വെക്കും. അങ്ങനെ തിരിക്കോ, തിരിക്കോ, ചെന്നറിയോ? വെരി ഗുഡ് എന്ന് പറയും, വെരി ഗുഡ്. എല്ലാവർക്കും നിങ്ങളുടെ അധ്യാപകരുടെയും നിങ്ങളെ പഠിപ്പിച്ച മറ്റുള്ള ആൾക്കാരുടെയും നിങ്ങളുടെ അച്ഛനമ്മമാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും ഗുരുപരമ്പരയുടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഭിനന്ദിക്കുന്നത് മത്സരത്തിൽ സമ്മാനം കിട്ടിയവരെ മാത്രമല്ല, മറിച്ച് മത്സരത്തിൽ പങ്കെടുത്തവരെ എല്ലാവരെയും ഒരേ മനസ്സോടെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ആശംസ അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്ത് 3 സ്റ്റേഡിയങ്ങളുണ്ട്. ഞങ്ങൾക്കറിയാം, സെൻട്രൽ സ്റ്റേഡിയവും അതുപോലെ പാളയത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയവും പിന്നെ നിങ്ങൾ ഇപ്പോൾ സ്പോർട്സിന്റെ ഇനങ്ങൾ അവതരിപ്പിച്ച ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയവും ഒന്ന് ഓർത്താൽ മതി. ഈ 3 സ്റ്റേഡിയങ്ങളിൽ വെച്ച് ഏറ്റവും ഗംഭീരമായ സ്റ്റേഡിയം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ്. അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് പിന്തിരിഞ്ഞ് നോക്കൂ, ഒന്ന് പുറകോട്ട് നോക്കൂ. പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിരന്ന് നിൽക്കുന്ന മരങ്ങൾ. ഈ മരങ്ങളാണ് ഈ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും സവിശേഷത, ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ നടന്ന സ്റ്റേഡിയമാണിത്. ലോകപ്രശസ്തരായ ഫുട്ബോൾ താരങ്ങളും ഹോക്കി കളിക്കാരും സ്പോർട്സ് മെന്മാരും അല്ലെങ്കിൽ അത്ലറ്റുകളും ഈ സ്റ്റേഡിയത്തിൽ അവരുടെ മികച്ച കഴിവുകൾ എത്രയോ കാലമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അവർ കഴിവുകൾ പ്രകടിപ്പിച്ച ഈ മണ്ണിൽ നിങ്ങൾക്കും പങ്കെടുക്കാനും അവതരിപ്പിക്കുവാനും സാധിച്ചു എന്നത് ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത സ്മരണയായിരിക്കും. ആ നിലയിൽ ഈ ദിവസവും മറക്കാനാവാത്ത ദിവസമായിരിക്കും. ആശംസകൾ.